നമസ്കാരം. മലയാള സിനിമ കണ്ട് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രതിഭാധനനായ തിരക്കഥാകൃത്താണ് രഞ്ജിത്ത്. ആ രഞ്ജിത്ത് കമ്മ്യൂണിസ്റ്റുകാരനായത് ഇടതുപക്ഷ ആശയം നെഞ്ചിലേറ്റുന്നത് കൊണ്ടല്ല, തൻ്റെ തോന്നിയാസങ്ങൾക്കും അരാജക ജീവിതത്തിനും ധാർഷ്ട്യത്തിനും ലൈംഗിക വൈകൃതങ്ങൾക്കുമൊക്കെ കുടപിടിക്കാൻ ഒത്താശ ചെയ്യാൻ അധികാരത്തിൻ്റെ തണൽ ആവശ്യമായതുകൊണ്ടാണ്. പൊതുസമൂഹം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ പോലും ലഹരിക്കടിമയാവുകയും അതിനെ ചോദ്യം ചെയ്യുന്നവരെ അധിക്ഷേപിക്കാൻ ലഹരിയിൽ തന്നെ നെഞ്ചുയർത്തിപ്പിടിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാടാ എന്ന് പറയുകയും ചെയ്യുന്നത് ആ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമാണ്. ആ രഞ്ജിത്താണ് പിണറായി വിജയൻ എന്ന സകല തിന്മകൾക്കും ഓശാന പാടുന്ന ഒരു ഭരണാധികാരി പോലീസ് മന്ത്രിയായി മുഖ്യമന്ത്രിയായി നാട് ഭരിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ജയിലിൽ കഴിയുന്നത്. ജനാധിപത്യത്തിൻ്റെ ശക്തി എത്ര വലുതാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവില്ല. ഇന്നലെ വരെ പിണറായിയുടെയും പിണറായിസ്റ്റ് പോലീസിൻ്റെയും പിന്തുണയോടെ എല്ലാവിധ വൃത്തികേടുകളും കാട്ടി അധികാര ധാർഷ്ട്യത്തിൽ അരാജക ജീവിതം നയിച്ചിരുന്ന, സ്ത്രീകളെ ചരക്കായി കരുതി അപമാനിച്ചിരുന്ന രഞ്ജിത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഭരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതലയിൽ ആയപ്പോൾ പിടികൂടപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവിടെയുണ്ട് എന്ന് തീർച്ച. മലയാള ചലച്ചിത്ര മേഖലയിലെ നടിമാരുടെ ദുരവസ്ഥയ്ക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ട നടി പാർവതി തെരുവോത്ത് പറഞ്ഞത് രഞ്ജിത്ത് അറസ്റ്റിലായതിൽ തനിക്കൊരു അത്ഭുതവുമില്ല എന്നാണ്. എന്ന് വെച്ചാൽ രഞ്ജിത്ത് നടിമാരോട് ഇങ്ങനെ തന്നെയാണ് എന്ന് പാർവതിക്കറിയാമെന്ന് പറയാതെ പറയുന്നു പാർവതി. ഇവിടെ അധികാരത്തിൻ്റെ ബലത്തിൽ നിയമത്തെ പുച്ഛിച്ചു തള്ളി ആൺകോയ്മ അടക്കി വാഴുമ്പോൾ സ്ത്രീകൾ പണിയെടുക്കാൻ പോലും സിനിമാ ലോകത്ത് ഭയപ്പെടുന്നു എന്ന് പാർവതി തുറന്നു പറയുന്നു. രഞ്ജിത്തിൻ്റെ ക്രിമിനൽ വാസനകളെക്കുറിച്ച് ആലപ്പി അഷ്റഫും അലി അക്ബറും ഒക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. യശശരീരനായ നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചെകിട്ടത്തടിക്കുകയും നാഭിക്ക് ചവിട്ടുകയും ചെയ്ത നീച ജന്മമായിരുന്നു രഞ്ജിത്ത് എന്നാണ് ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞത്. അങ്ങനെ സ്ത്രീകളെ വേട്ടയാടിയും വൃദ്ധരെ ചവിട്ടി വീഴ്ത്തിയും CPM ആൺകോയ്മയുടെ അടയാളമായി രഞ്ജിത്ത് മലയാള സിനിമയെ അടക്കി വാഴുകയായിരുന്നു. ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഇക്കഴിഞ്ഞ മാർച്ച് 31 തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്ത് വെച്ച് സഞ്ചരിച്ചിരുന്ന കാറ് തടഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം രഞ്ജിത്തിനെ പിടികൂടുന്നത്. അന്ന് രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിറ്റേ ദിവസം രാവിലെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുന്നു. അന്ന് തന്നെ ജാമ്യം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും അത് സാധിക്കാതെ പോയി. പിന്നെ 2-3 ദിവസം അവധിയായിരുന്നു. അതിനിടയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷയിട്ട് രഞ്ജിത്തുമായി തെളിവെടുപ്പിന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചൊവ്വാഴ്ച രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉറപ്പായും ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷ രഞ്ജിത്തിനുണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ S. രാജീവായിരുന്നു രഞ്ജിത്തിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി വാദമുഖങ്ങൾ നിരത്തിയത്. വിധി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ഇന്നലെ രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷയിട്ടു. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ഇനിയും കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്ന് പോലീസ് പറഞ്ഞപ്പോൾ ജാമ്യം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായില്ല. എന്നാൽ രഞ്ജിത്തിനെ ഇന്നലെ കോടതിയിൽ പോലീസ് ബോധപൂർവം ഹാജരാക്കിയില്ല. എന്തുകൊണ്ട് എന്ന് കോടതി ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് എന്നായിരുന്നു ഉത്തരം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യരുതേ എന്ന് പറയാൻ ആർക്കും അധികാരമില്ലാത്തതുകൊണ്ട് രഞ്ജിത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ ഇന്നലെ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഇടക്കാല ജാമ്യം കൊടുക്കണമെന്നായി അഭിഭാഷകൻ. വിശദമായി വാദം കേൾക്കാൻ കോടതി ഇന്നലെ ഉച്ചകഴിഞ്ഞത്തേക്ക് കേസ് മാറ്റി. ഇന്നലെ ഇടക്കാല ജാമ്യം എന്ന അപേക്ഷയുമായി അഭിഭാഷകൻ എണീറ്റ് നിന്നപ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ക്രിമിനൽ കേസുകളിൽ ജയിലിലായവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി കൊടുക്കുന്നതിനെക്കുറിച്ച് ചട്ടങ്ങളിൽ ഒരിടത്തുമില്ല എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. വോട്ടവകാശം മൗലികാവകാശമാണെങ്കിലും ഒരാൾ ക്രിമിനൽ കേസിൽ ജയിലിലാണെങ്കിൽ ആ മൗലികാവകാശം അനുവദിക്കണമെന്ന് ചട്ടങ്ങളിലോ നിയമത്തിലോ ഇല്ലാത്തതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് വോട്ട് ചെയ്യാനുള്ള താൽക്കാലിക അനുമതി കോടതി നൽകിയില്ല. താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ആൺകോയ്മയുടെ അധികാര ധാർഷ്ട്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന രഞ്ജിത്തിന് കമ്മികളുടെ ഭരണം തിരിച്ചു വരാൻ വേണ്ടി ഇന്ന് വോട്ട് ചെയ്യാൻ അനുമതിയില്ല. ഇനി രഞ്ജിത്തിന്റെ കേസ് പരിഗണിക്കുക നാളെയായിരിക്കും, അതായത് വെള്ളിയാഴ്ച രഞ്ജിത്തിന് ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷ അഭിഭാഷകനുണ്ടെങ്കിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ കോടതി ജാമ്യം നിഷേധിച്ചാൽ മാത്രമേ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കാൻ പറ്റൂ. സാധാരണഗതിക്ക് മജിസ്ട്രേറ്റ് കോടതികൾ ഇത്തരം കേസുകളിൽ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുള്ളതുകൊണ്ട് രഞ്ജിത്തിന് നാളെയും
ജാമ്യം ലഭിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച വരെ രഞ്ജിത്തിന് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും ജാമ്യം കിട്ടുമോ എന്നറിയാൻ. ഇന്നലെ ജാമ്യം ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു രഞ്ജിത്ത് എന്നാണ് ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. തനിക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കേസുകൾ 7 വർഷത്തിൽ താഴെയുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന രഞ്ജിത്ത് ജാമ്യം നിഷേധിച്ച വാർത്തയറിഞ്ഞ് ജയിലിലെ സെല്ലിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞെന്നാണ് ജയിലുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അമിതമായ ആത്മവിശ്വാസത്തിൽ ഒരു ദിവസം പോലും ജയിലിൽ അന്തിയുറങ്ങാതെ പുറത്തിറങ്ങാൻ കഴിയും എന്ന് കരുതിയെത്തിയ രഞ്ജിത്തിന് ഒരാഴ്ചയിലധികം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു എന്നത് ആകെ തളർത്തിയിരിക്കുന്നു. ജയിലിലെ സ്ഥിതി അതീവ ദയനീയമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. രഞ്ജിത്തിന് പ്രത്യേകമായ സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കോടതി അനുവദിച്ചിട്ടില്ല. കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആളാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മെഡിക്കൽ പരിശോധനയിൽ അങ്ങനെയൊന്നും കണ്ടെത്താത്തതുകൊണ്ട് സാധാരണ തടവുകാരനെ പോലെ വിചാരണ തടവുകാർക്കൊപ്പം മോഷണ കേസിലെ പ്രതികളടക്കമുള്ളവർക്കൊപ്പം രഞ്ജിത്ത് ഒരേ സെല്ലിൽ തന്നെ കഴിയുകയാണ്. ഒരൊറ്റ ഫാനിന് കീഴിൽ വേണം രഞ്ജിത്ത് അടക്കം അനേകം ക്രിമിനലുകൾക്ക് അന്തിയുറങ്ങാൻ. പാവിരിച്ച് തലയണ പോലുമില്ലാതെ മറ്റ് ക്രിമിനലുകൾക്കൊപ്പമാണ് രഞ്ജിത്തിന്റെ അന്തിയുറക്കം. അത്യാഡംബര പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് മദ്യത്തിനും മദിരാക്ഷിക്കും അടിമയായി ജീവിതം ആസ്വദിച്ചിരുന്ന രഞ്ജിത്തിന് ജയിലിലെ ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു ആദ്യ ദിനങ്ങളിൽ. എന്നാൽ പതിയെ പതിയെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യാഥാർത്ഥ്യം അംഗീകരിച്ച് ഇടയ്ക്കിടെ പൊട്ടിക്കരഞ്ഞ് രഞ്ജിത്ത് ജീവിതം തള്ളി നീക്കുന്നു. എത്ര ദിവസം കൂടി ഇനി ഇങ്ങനെ ജയിലിൽ കഴിയേണ്ടി വരും എന്ന് രഞ്ജിത്തിന് ഒരു നിശ്ചയവുമില്ല. എന്തായാലും എത്ര ശക്തനും സമ്പന്നനുമാണെങ്കിലും ഒരിക്കൽ തൻ്റെ പ്രവർത്തികൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന് രഞ്ജിത്തിലൂടെ ദൈവം ലോകത്തിനു മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നു.